വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് ഭീഷണി. ബോംബ് വെച്ചതായുള്ള സന്ദേശം ഇമെയിൽ വഴി ലഭിച്ചിരിക്കുന്നു. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ്. വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിജിൻ, ഈ ബോംബ് ഭീഷണികൾ കഴിഞ്ഞ കുറേ ദിവസമായി രാജ്യത്ത് ആകമാനം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ്, വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ബോംബ് ഭീഷണി വരുന്നത്. ഇന്നിപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് ഭീഷണി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. പോലീസ് ഏത് രീതിയിലാണ് പരിശോധനകൾ നടത്തുന്നത്? സുരക്ഷ ഏത് രീതിയിലാണ് കർശനമാക്കിയിരിക്കുന്നത്? മനു, അല്പസമയം മുമ്പാണ് കമ്മീഷണർ ഓഫീസിലേക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഇമെയിൽ ആയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശം ലഭിച്ചത്. നോർത്ത് ബ്ലോക്കിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ബോംബ് വെച്ചു എന്നുള്ള സന്ദേശമാണ് ലഭിച്ചത്. മനു സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ തന്നെ 8ഓളം സ്ഥലങ്ങളിൽ ബോംബ് വെച്ചു എന്ന ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. അതിനെ തുടർന്നുള്ള അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് സ്ക്വാഡും പോലീസും എത്തി പരിശോധന തുടരുകയാണ്. നിലവിൽ അകത്തേക്ക് മറ്റാരെയും കയറ്റിവിടുന്നില്ല. എന്തായാലും നേരത്തെ വിമാനത്താവളത്തിലും ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബോംബ് വെച്ചു എന്ന സന്ദേശം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇത് പരിശോധന നടത്തി ഇത് വ്യാജമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് സമാനമായ നിലയിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് വെച്ചു എന്നുള്ള സന്ദേശം കമ്മീഷണർ ഓഫീസിലും ഒപ്പം തന്നെ ഇമെയിലിൽ പറയുന്നത് എന്താണ്? ഈ ബോംബ് വെച്ചു എന്നതിനപ്പുറത്തേക്ക് അതിൽ മറ്റെന്തെങ്കിലും വിശദമാക്കുന്നുണ്ടോ? മനു, ആ കത്തിന്റെ പകർപ്പും കൂടുതൽ വിവരങ്ങളും ലഭിച്ചിട്ടില്ല. എന്തായാലും ഇങ്ങനൊരു സന്ദേശം ലഭിച്ചു എന്നുള്ള വിവരമാണ് അല്പസമയത്തിന് മുമ്പ് പുറത്തു വന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ബോംബ് വെക്കാൻ ഉണ്ടായ ബോംബ് വെച്ചു എന്നുള്ള ഭീഷണി സന്ദേശത്തിലേക്ക് നയിച്ചത് എന്ന വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും നിലവിൽ നേരത്തെയൊക്കെ ഉണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെയാണ് നേരത്തെ വിമാനത്താവളത്തിലും ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ടായതിലും എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ബോംബ് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് വെച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ്. നേരത്തെ മറ്റ് സന്ദേശങ്ങൾ എത്തിയപ്പോൾ പരിശോധന നടത്തിയപ്പോഴും അത് വ്യാജമാണ് എന്ന് വ്യക്തമായിരുന്നു. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനയൊക്കെ പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും നടത്തുന്നുണ്ട്. ഇങ്ങനെ സ്ഥിരമായി ഒരു വ്യാജ ബോംബ് ഭീഷണി ഉണ്ടാകുന്നത് എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഏത് കേന്ദ്രത്തിൽ നിന്നാണ് ഈ സ്ഥിരമായി ഇത്തരം ബോംബ് ഭീഷണി ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു പരിശോധനയും അന്വേഷണവും നിലവിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ മൈക്രോസോഫ്റ്റിൽ നിന്ന്, ജിമെയിൽ അധികൃതരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സഹകരണങ്ങൾ ലഭിക്കുന്നില്ല എന്നൊരു സാഹചര്യം കൂടി നിൽക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതിന്റെ സോഴ്സ് ഉൾപ്പെടെ ലഭ്യമാവണമെങ്കിൽ അക്കാര്യത്തിൽ ഇവരുടെ ജിമെയിലിന്റെയും ഒപ്പം തന്നെ മറ്റ് സാങ്കേതിക പരമായ അന്വേഷണവും ഒക്കെ നടക്കേണ്ടതുണ്ട്. അവരുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. ഇത് തേടിയിരിക്കുകയാണ്. നിലവിൽ അങ്ങനെ ഒരു ജിമെയിലിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കണമെങ്കിൽ അതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഒപ്പം തന്നെ അവർ അതുമായി പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ നിലവിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ് ബോംബ് സ്ക്വാഡ്. ഒപ്പം തന്നെ നേരത്തെ നൽകിയ സന്ദേശങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ സന്ദേശങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വെച്ചിട്ടുള്ള വിശദമായ പരിശോധന തന്നെയാണ് പോലീസ് നടത്തുന്നത്. ഇതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യാൻ പോലീസ് ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു സന്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത്, അതായത് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിനകത്താണ് ഇപ്പോൾ ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തുന്നത്. ശരി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് ഭീഷണി പരിശോധന നടത്തുകയാണ് ഇപ്പോൾ ബോംബ് സ്ക്വാഡും പോലീസും. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. അത് വ്യാജമാണെന്ന് പിന്നീട് തെളിയുകയുണ്ടായി. ഇതിപ്പോൾ നേരിട്ട് കമ്മീഷണറുടെ ഇമെയിലിലേക്കാണ് ഇപ്പോൾ സന്ദേശം വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങളാണ് വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.